ഫാൻസ് അസോസിയേഷൻ ഒന്നും ഇല്ലാത്തൊരു നടനാണ് ഫഹദ് ഫാസിൽ. ആക്ടർ. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ഇവിടെ ജനിച്ചു എന്നുള്ളതാണ്. തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ ആയിരുന്നെങ്കിൽ ചാപ്പാകുരിശോ മഹേഷിന്റെ പ്രതികാരോ തൊണ്ടി മുതലോ ഞാൻ ചെയ്ത ഒരു പടം പോലും എനിക്ക് വേറൊരു ഭാഷയിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. മലയാളത്തിൽ സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഫഹദിന്റെ കണ്ണുകൾ ഭയങ്കര വാചാലാണ്. ഒരു ഇന്നസെൻസും വില്ലനിയും ഒക്കെ വരാൻ സാധ്യതയുള്ള കണ്ണുകളാണ്. പുള്ളിയുടെ കൈ കുറെ ടെക്നിക്സ് ഉണ്ട്. പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം ആളുകളിൽ ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഫഹദ് എന്ന് പറയുന്ന നടൻ ഏത് കഥാപാത്രങ്ങളും യോജിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഫഹദിന്റെ ലുക്സ്, കണ്ണിലുണ്ടാകുന്ന ചലനങ്ങളൊക്കെ. குட்டி குட்டியான சின்ன சின்னதா தான் கண் அசைவு இருக்கும். அதுல அவ்வளவு மீனிங் இருக்கும். I've never seen performances like that. അസൂയ തോന്നും അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ. ഒരു ഡിഗ്രി കൂടിയാൽ കുഴപ്പമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം ചെയ്യുന്നത്. എന്നാലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ. പക്ഷെ അത് കൂടുതലാണ്. ഓറുണ്ടോ പോത്തി എന്നെ തടയാൻ? എന്നിട്ട് എങ്ങനെ നോക്കുന്നു? ബിക്കോസ് ഐ ഡോണ്ട് ലിവ് ഇൻ യുവർ റിയാലിറ്റി. നീയാണല്ലോ പോലെ ഇത്രയും പ്രായത്തിന് ശേഷം, ഇത്രയും വർഷത്തിന് ശേഷം എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാൾ എന്നെ ഇപ്പോഴും അതിശയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതൊരു വലിയ സംഭവമാണ്. നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതും പുള്ളിയുടെ കയ്യിലുള്ളതുമായിട്ടുള്ള കുറെ ആയുധമുണ്ട്. ആള് കുറച്ച് ഷൈ ആണല്ലേ? ഷെയിംലെസ് അല്ല. നോ പോപ്പി നോ. കാശ് എനിക്കൊരു പ്രശ്നമല്ല, കാരണം അത് അവിടെ അല്ലേ ചിലവാക്കുന്നത്. എന്നിട്ട് വൈഫ് എവിടെ? ചുമ്മാ പേടിപ്പിച്ച. സാറ് പ്രേമിച്ചാണോ കിട്ടിയത്? സാറ് പ്രേമിച്ചാണോ കിട്ടിയത്? ആദ്യത്തെ സിനിമയിലെ ഒരു പക്വതയില്ലാണ്ടായിരുന്നു. 2002 തൊട്ട് 2008 വരെ എവിടെയായിരുന്നു? മെന്റലി വാസ് ഇറ്റ് ആൻ എക്സൈൽ? ഭയങ്കര വിളിച്ചോട്ടെ. ആ ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അതിനുശേഷമുള്ള ഇവന്റെ ഈ വരവിൽ നമ്മൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. കം ബാക്ക് വിത്ത് എ ബാങ് എന്ന് നമ്മൾ എപ്പോഴും പറയുമെങ്കിലും വിത്ത് യുവർ ആക്ഷൻ കാണിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ. ഇറ്റ് വാസ് ലൈക്ക് എ ബൂമറാങ്. പണി വരുന്നുണ്ടവറാച്ച. സാറിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞ ചന്ദ്രനെ ഞങ്ങൾ കൊന്നു 6 കഷ്ണമാക്കി കടലിൽ. ഇനി പള്ളിയുടെ പേരും പറഞ്ഞു നീ ഇവിടെ ആളെ തമ്മിൽ തെറ്റിക്കണ്ട. ചിരലിന് എന്ത് പറ്റിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മൂന്നാറിൽ അലോഷിക്ക് കൈ കൊടുത്താന്ന് പറഞ്ഞാൽ എന്റെ സർക്കാരിന്റെ ജയിലിലോട്ട് ഇത് കയറ്റാൻ എനിക്കറിയാമെങ്കിൽ നീ എന്നെ തീർത്ത് കണീറ. കാണുന്ന ആളുകളിലേക്ക് ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നുണ്ട്.